ആന്റണി, ഹംസ, ആ ബാഗ് എടുത്തു കൊടുക്കും. എല്ലാവട്ടം നോക്കിക്കോളൂ. ആന്റണി വരൂ. കൊടുത്തേക്ക്. രാമയ്യൻ, എന്ത് സർ? വരൂ. ആന്റണി, ഇനിയെങ്കിലും നല്ല മനുഷ്യനായി ജീവിക്കുക. മനസ്സിൽ നിന്ന് പകയും വിദ്വേഷവും എല്ലാം കളയണം. നിങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിച്ചതെന്ന് വിചാരിക്കുക. ഞങ്ങൾ ചെയ്തതിന്റെ ഫലം ഞങ്ങൾ മാത്രം അനുഭവിച്ച പോരെ? ഒന്നും അറിയാത്ത ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കണോ? ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. മറക്കാൻ പറ്റാത്ത കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട് സർ. അത് ചെയ്തവൻ ഒരു ശിക്ഷ അനുഭവിച്ചിട്ടുമില്ല. കഥകളൊക്കെ എനിക്കറിയാം, ഞാൻ അറിഞ്ഞു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയുള്ള കാലം സമാധാനമായി ജീവിക്കും. ഇനി എന്ത് ജീവിതമാണ് സർ? ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ജീവിച്ചത് 3 കൊല്ലമാണ്. എന്റെ സുജയുടെ മോളെയും കൂടെ. സ്വർഗമായിരുന്നു, സ്വർഗം. എന്റെ മോളെയെങ്കിലും രക്ഷിച്ചിരുന്നതിൽ ഞാൻ ക്ഷമിക്കുമായിരുന്നു. എല്ലാം തകർത്തു. ഞാനതിന് പകരം വീട്ടും. സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ആന്റണി, സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ക്ഷമിക്കണം സർ. ഹംസയും ആന്റണിയുടെ വഴി തന്നെയാണോ? ഞങ്ങളെ മക്കളെ പോലെ എറിയുന്ന ഒരാളുണ്ട്, അലിയാർ ബാബ. എനിക്ക് അങ്ങേരുടെ വഴിയാണ്. രാമയ്യനും? അതെ. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, കഴിഞ്ഞതെല്ലാം മറക്കണം. മറക്കാം. നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തരണം. കഴിയോ? ജീപ്പിലോട്ട് കയറാം. എന്തിന്? അതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. പറയുന്നത് അനുസരിക്കടാ. നടക്കടാ. നടക്കാൻ. രാമയ്യ,
കുപ്പായ ഊരി വെച്ച് തനിക്കൊക്കെ വേറെ വല്ല പണിക്കും പോക്കൂടെ? ആണക്കേട്. ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ ജയിലിന്റെ മുന്നിൽ വെച്ച് അവർ ഇങ്ങനെ പ്രതികരിക്കുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഞാൻ 5 പെണ്ണിനെ കൊണ്ടുപോയുള്ളൂ. 5 മെൻ? അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞാലേ. ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സും അവർക്കൊന്നും അല്ലായിരുന്നു, അറിയാമോ? ആ, എന്നിട്ടാ വാനാറിനാണെന്ന് ചെക്ക് ചെയ്തോ? സർ, പക്ഷെ ആ നമ്പർ വ്യാജമാണ്. സെഷൻ ജഡ്ജിന്റെ കാറിന്റെ നമ്പറാണത്. ഉടനെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വയർലെസ് മെസ്സേജ് കൊടുക്കണം. സർ. ഒരു കാരണവശാലും അവർ ഈ ജില്ല വിട്ട് പുറത്തു പോകാൻ പാടില്ല. സർ. അതിനു മുമ്പ് അവർ അകത്തായിരിക്കണം. സർ. മനസ്സിലായോ? യെസ് സർ. ഹലോ, കൺട്രോൾ റൂം അല്ലേ? ഇത് കമ്മീഷണറാണ്. നമ്മുടെ ബോർഡറിലുള്ള ചെക്ക് പോസ്റ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. വേണം. ഹരിദാസ് എവിടെയാണെന്ന് അവരറിഞ്ഞിരിക്കുവോ? എന്റെ രമണി, നീ കുട്ടികളെ പോലെ സംസാരിക്കരുത്. അവരെത്ര മണ്ടന്മാരൊന്നുമല്ല. ഫുൾ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. ഹരിദാസിന് ഈ വിവരം ഒന്ന് അറിയിക്കൂ. എത്ര പ്രാവശ്യമായിട്ട് ഞാൻ വിളിക്കുന്നു. അവൻ സ്ഥലത്തില്ല, കുട്ടികളുമായിട്ട് ഔട്ടിങ്ങിന് പോയിരിക്കുക. പണ്ടാരടങ്ങാൻ ഇത് എത്ര നേരെ തുടങ്ങിയിട്ട് ഇതിനെന്താണ് ഭ്രാന്തുണ്ടോ? അമ്മോ, എന്തോരു കുളിരാണത്. ഈ പട്ടി എന്തിനാ അങ്ങനെ കിടന്ന് പറിക്കുന്നത്? റോക്കി, റോക്കി, ഡാനി, ഷട്ട് അപ്പ് ഡാനി, റോക്കി. പണ്ടാരടങ്ങ. അതെ, വന്നിട്ടില്ല. വന്നിട്ടില്ലാന്ന്. എന്നെത്തുന്ന് എനിക്കെങ്ങനെ പറയാൻ കഴിയും? ഡാഡി മക്കളും പോയാലൊരു പോക്ക. അവരിപ്പോ എവിടെയാണെന്ന് എനിക്കൊരു പിടിയില്ല. വരുമ്പം പറയാ. രാജഗോപാലനല്ലേ? എഴുതി വെച്ചിട്ടുണ്ട്. ഇയാൾക്കെന്താ വല്ല ടെലിഫോൺ എക്സ്ചേഞ്ചിലാണ് ജോലി. അണ്ടാരടക്കാൻ 5-8 പ്രാവശ്യം വിളിക്കും. ഇതെന്താണപ്പാ? ആരാ അവിടെ ഓടുന്നേ? ആരാന്നാ ചോദിച്ചേ? പണ്ടാരടങ്ങാൻ ഒന്ന് മിണ്ടിക്കൂടെ? എന്താ ഇത്? ആരാത്? ആരാന്ന്?